ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളും ഉത്തരങ്ങളും താഴെ നൽകുന്നു. സിലബസ് അനുസരിച്ചുള്ള പ്രധാന ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡെയറി സയൻസ് ആൻഡ് മിൽക്ക് പ്രോസസ്സിംഗ്. പ്രധാന ചോദ്യങ്ങൾ: 1. പാലിന്റെ ശരാശരി വിശിഷ്ട ഗുരുത്വം സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.028 മുതൽ 1.030 വരെ. 2. പാലിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ്? കേസിൻ. 3. പാൽ പാസ്ചറൈസേഷൻ ചെയ്യുന്നതിനുള്ള HTST രീതിയിലെ താപനിലയും സമയവും. 72 ക്യാരറ്റ് സെർടെക്സ്റ്റാസി. താപനിലയിൽ 15 സെക്കൻഡ്. 4. പാലിലെ കൊഴുപ്പിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പരിശോധന. ഗർബർ ടെസ്റ്റ്. 5. വെണ്ണയിൽ അടങ്ങിയിരിക്കേണ്ട കുറഞ്ഞ കൊഴുപ്പിന്റെ ശതമാനം എത്ര? 80%. 6. പാലിലെ ലാക്ടോസ് അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ലാക്ടോമീറ്റർ. 7. പാലിന് വെളുപ്പ് നിറം നൽകുന്നത് എന്തിന്റെ സാന്നിധ്യമാണ്? കേസിൻ. 8. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത്? കരോട്ടിൻ. 9. പാൽ കേടാകാതെ സൂക്ഷിക്കുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? പാസ്ചറൈസേഷൻ. 10. വൈറ്റ് റെവല്യൂഷൻ, ശ്വേതവിപ്ലവം, ഇന്ത്യയിൽ ആവിഷ്കരിച്ചത് ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ. ടെക്നിക്കൽ ആൻഡ് ലബോറട്ടറി ക്വസ്റ്റ്യൻസ്. ചോദ്യം: ഉത്തരം. പാലിന്റെ അമ്ലത, അസിഡിറ്റി അളക്കുന്നത്. ടൈട്രേറ്റബിൾ അസിഡിറ്റി ടെസ്റ്റ്. പാലിന്റെ തിളനില, ബോയിലിംഗ് പോയിന്റ് 100.17 ക്യാരറ്റ് സെർച്ച് ടെക്സ്റ്റ് അസി. പാലിലെ വെള്ളം ചേർക്കൽ കണ്ടെത്തുന്നതെങ്ങനെ? ഫ്രീസിംഗ് പോയിന്റ് മെഷർമെന്റ്. പാസ്ചറൈസേഷൻ കാര്യക്ഷമമാണോ എന്ന് നോക്കുന്നത്. ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. പാലിനെ തൈരാക്കി മാറ്റുന്ന ബാക്ടീരിയ. ലാക്ടോബസിലസ്. ജനറൽ നോളജ് ആൻഡ് മിൽമ റിലേറ്റഡ്. 16 മിൽമയുടെ പൂർണ്ണരൂപം എന്ത്? കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, KCMMF. 17 മിൽമയുടെ ലോഗോയിൽ കാണുന്ന ചിഹ്നം എന്താണ്? MT മിൽക്ക് ട്രസ്റ്റ് ചിഹ്നം. 18 കേരളത്തിൽ എത്ര റീജിയണൽ യൂണിയനുകളാണ് മിൽമയ്ക്കുള്ളത്? 3. തിരുവനന്തപുരം, എറണാകുളം, മലബാർ. 19 മലബാർ റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, MRCMPU. ആസ്ഥാനം എവിടെ? കോഴിക്കോട്, പെരിങ്ങോളം. 20 ദേശീയ ക്ഷീരദിനം എന്നാണ്? നവംബർ 26 ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനം. അധിക പഠനത്തിനായി ഷോർട്ട് പോയിന്റ്സ്. ലാക്ടോസ്, പാലിലെ പഞ്ചസാര. ഹോമോജനൈസേഷൻ, പാലിലെ കൊഴുപ്പ് തരികളെ ഒരേ വലിപ്പത്തിലാക്കുന്ന പ്രക്രിയ. UHT ട്രീറ്റ്മെന്റ്. 135 ക്യാരറ്റ് സെർടെക്സ്റ്റാസി, 150 ക്യാരറ്റ് സെർടെക്സ്റ്റാസി താപനിലയിൽ ഏതാനും സെക്കൻഡ് ചൂടാക്കുന്നത്. ക്ലീനിംഗ്. ഡയറി പ്ലാന്റുകളിൽ ശുചീകരണത്തിന് സാധാരണയായി കോസ്റ്റിക് സോഡ, NaOH ഉപയോഗിക്കുന്നു. സ്റ്റാൻഡർഡൈസേഷൻ. പാലിലെ കൊഴുപ്പിന്റെയും ഫാറ്റ് SNFന്റെയും അളവ് ക്രമീകരിക്കുന്നത്. ബാക്കി ഉണ്ട്. ഡയറി പ്ലാന്റ് ഓപ്പറേഷൻസ് ആൻഡ് മെഷീനറി. 21 CIP ക്ലീനിംഗ് ഇൻ പ്ലേസ് എന്നാൽ എന്ത്? മെഷീനുകൾ അഴിച്ചുമാറ്റാതെ തന്നെ ഉള്ളിൽ രാസലായനികൾ ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന രീതി. 22 ഹോമോജനൈസേഷൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? പാലിലെ കൊഴുപ്പ് തരികളെ, ഫാറ്റ് ഗ്ലോബ്യൂൾസ്, ഒരേ വലിപ്പത്തിലാക്കി പാടകെട്ടുന്നത് ഒഴിവാക്കാൻ. 23 പാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സർഫേസ് കൂളർ അല്ലെങ്കിൽ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ, PHE. 24 പ്ലാന്റുകളിൽ സാനിറ്റൈസേഷൻ ചെയ്യാൻ സാധാരണയായി ഉപയോഗിക്കുന്ന രാസവസ്തു. ക്ലോറിൻ. 25 പാലിലെ വെള്ളം നീക്കം ചെയ്ത് ഖരരൂപത്തിലാക്കുന്ന പ്രക്രിയ. സ്പ്രേ ഡ്രൈയിങ്, പാൽപ്പൊടി നിർമ്മാണം. 26 ക്രീം സെപ്പറേറ്റർ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തിലാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അപകേന്ദ്ര ബലം. 27 പാലിലെ അഴുക്കുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ. ക്ലാരിഫിക്കേഷൻ. 28 വെണ്ണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന യന്ത്രം. ബട്ടർ ചേൺ. 29 ടോണ്ട് മിൽക്കിലെ ടോണ്ട് മിൽക്ക് കൊഴുപ്പിന്റെ ശതമാനം എത്ര? 3% ഫാറ്റ്. SNF 8.5%. 30 ഡബിൾ ടോണ്ട് മിൽക്കിലെ ഡബിൾ ടോണ്ട് മിൽക്ക് കൊഴുപ്പിന്റെ അളവ് 1.5% ഫാറ്റ്. SNF 9%. ഡയറി കെമിസ്ട്രി ആൻഡ് മൈക്രോബയോളജി. 31 പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതു, മിനറൽ. കാൽസ്യം. 32 പാലിലെ കൊഴുപ്പ് അല്ലാത്ത ഖരപദാർത്ഥങ്ങളെ എന്ത് വിളിക്കുന്നു? SNF സോളിഡ്സ് നോട്ട് ഫാറ്റ്. 33 പാൽ പുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസിഡ്. ലാക്റ്റിക് ആസിഡ്. 34 പാലിലെ മായം, അഡൾട്ടറേഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പിക്രിക് ആസിഡ് ടെസ്റ്റ് എന്തിനാണ്? പഞ്ചസാര, സുക്രോസ് കണ്ടെത്താൻ. 35 പാലിന് സ്വർണ്ണമഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ. വിറ്റാമിൻ B2, റിബോഫ്ലേവിൻ. 36 MBRT മെഥിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാലിന്റെ മൈക്രോബയോളജിക്കൽ ഗുണമേന്മ പരിശോധിക്കാൻ. 37 LPO സിസ്റ്റം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പച്ചപ്പാൽ കേടാകാതെ കൂടുതൽ സമയം സൂക്ഷിക്കാൻ. ലാക്ടോ പെറോക്സിഡേസ് സിസ്റ്റം. 38 പാലിൽ അന്നജം,
സ്റ്റാർച്ച് ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെ? അയോഡിൻ ടെസ്റ്റ്. 39. കണ്ടൻസ്ഡ് മിൽക്കിൽ പഞ്ചസാരയുടെ അളവ് എത്രയായിരിക്കും? 40 മുതൽ 45% വരെ. 40. പാലിലെ പ്രധാന എൻസൈം ഏതാണ്? പെറോക്സിഡേസ്. ടെക്നിക്കൽ ആൻഡ് മെയിൻ്റനൻസ്. പ്ലാന്റ് അസിസ്റ്റന്റ് ഫോക്കസ്. 41. റെഫ്രിജറേഷനിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഗ്യാസ്. അമോണിയ -NH_3. 42. ബോയിലറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്തെല്ലാം? ഫർണേസ് ഓയിൽ, LSHS, ഗ്യാസ് അല്ലെങ്കിൽ ബയോമാസ്. 43. പൈപ്പുകളിലെ ചോർച്ച തടയാൻ ഉപയോഗിക്കുന്ന വസ്തു. ഗാസ്കറ്റ്സ്. 44. മെഷീനുകൾക്കിടയിലുള്ള ഘർഷണം, ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ലൂബ്രിക്കൻസ്, ഓയിൽ ഗ്രീസ്. 45. സ്റ്റീം പൈപ്പുകളിൽ ചൂട് പുറത്തു പോകാതിരിക്കാൻ ചെയ്യുന്നത് ഇൻസുലേഷൻ, ലാഗിംഗ്. 46. മിൽക്ക് സ്റ്റോറേജ് ടാങ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹം കൊണ്ടാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ, SS 304/316. 47. പ്രഷർ ഗേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൈപ്പിലെ മർദ്ദം അളക്കാൻ. 48. മിൽക്ക് പമ്പുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പമ്പ് ഏത്? സെൻട്രിഫ്യൂഗൽ പമ്പ്. 49. വായുവിൽ നിന്ന് ഈർപ്പം മാറ്റുന്ന പ്രക്രിയ ഡീഹ്യൂമിഡിഫിക്കേഷൻ. 50 പ്ലാന്റുകളിൽ അമിതമർദ്ദം ഒഴിവാക്കാൻ ഘടിപ്പിച്ചിരിക്കുന്ന വാൽവ് സേഫ്റ്റി വാൽവ്. മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. 51. ഗീയിൽ അടങ്ങിയിരിക്കേണ്ട കുറഞ്ഞ കൊഴുപ്പ് 99.5%. 52. ചീസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എൻസൈം റെന്നറ്റ്. 53. കട്ടിത്തൈരുണ്ടാക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്. 54. ഐസ്ക്രീമിലെ കാറ്റ് എയർ ഉൾപ്പെടുത്തുന്നതിനെ എന്ത് വിളിക്കുന്നു? ഓവർറൺ. 55. പനീർ നിർമ്മാണത്തിൽ പാൽ പിരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. കൂടുതൽ ചോദ്യങ്ങൾ. ക്വിക്ക് റിവിഷൻ. 56. പാലിന്റെ pH മൂല്യം 6.6 മുതൽ 6.7 വരെ. 57. ശീതീകരിച്ച പാലിന്റെ താപനില. 4. ക്യാരറ്റ് സെർച്ച് ടെക്സ്റ്റ് ആസി. 58. ക്ഷീരകർഷകരുടെ സഹകരണ സംഘങ്ങൾ അറിയപ്പെടുന്നത് APCOS. 59. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷീരവികസനം. 60. പാലിന്റെ ഗന്ധം പരിശോധിക്കുന്ന രീതി ഓർഗനോലെപ്റ്റിക് ടെസ്റ്റ്. 61. കന്നുകാലികളിലെ കുളമ്പ് രോഗം തടയാൻ നൽകുന്ന വാക്സിൻ FMD വാക്സിൻ. 62. ഗുണമേന്മയുള്ള പാലിന് MBRT സമയം എത്രയായിരിക്കണം? 5 മണിക്കൂറിൽ കൂടുതൽ. 63. പാൽ പാക്ക് ചെയ്യുന്ന കവറുകൾ നിർമ്മിക്കുന്നത് LDPE. 64. പാലിന്റെ ക്വാളിറ്റി അനുസരിച്ച് പണം നൽകുന്ന രീതി ഫാറ്റ് ആൻഡ് SNF ബേസ്ഡ്. 65. 1 ലിറ്റർ പാലിന്റെ ഭാരം ഏകദേശം 1.03 കിലോ. സമയക്കുറവുള്ളതിനാൽ സാനിറ്റേഷൻ ആൻഡ് ക്ലീനിംഗ് ശുചീകരണം. 66. CIPയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ക്ലീനർ ഏതാണ്? നൈട്രിക് ആസിഡ്. 67. CIP പ്രക്രിയയിലെ ഘട്ടങ്ങൾ ക്രമത്തിൽ പറയുക. പ്രീ റിൻസ് വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം, അൽക്കലി വാഷ് വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം, ഇന്റർമീഡിയറ്റ് റിൻസ് വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം, ആസിഡ് വാഷ് വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം, ഫൈനൽ റിൻസ്. 68. പാൽ പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ആൽക്കലൈൻ ക്ലീനർ കോസ്റ്റിക് സോഡ NaOH. 69. ബയോഫിലംസ് എന്നാൽ എന്ത്? ഉപരിതലങ്ങളിൽ ബാക്ടീരിയകൾ പറ്റിപ്പിടിച്ചുണ്ടാകുന്ന പാളി. 70. പാൽ പരിശോധനാ ലാബുകളിൽ ഗ്ലാസ് ഉപകരണങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് ക്രോമിക് ആസിഡ്. മിൽക്ക് പാക്കേജിംഗ് ആൻഡ് സ്റ്റോറേജ് പാക്കിങ്ങും സംഭരണവും. 71. പാൽ കവറുകൾ സീൽ ചെയ്യുന്ന രീതി ഏത്? ഹീറ്റ് സീലിംഗ്. 72. കവറുകളിൽ പാൽ നിറയ്ക്കുന്ന മെഷീൻ ഫോം ഫിൽ സീൽ FFS മെഷീൻ. 73. പാലിന്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പാക്കിംഗ് രീതി എസെപ്റ്റിക് പാക്കേജിംഗ് ടെട്രാപാക്ക്. 74. പാൽ കവറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന EXP എന്നാൽ എന്ത്? എക്സ്പയറി ഡേറ്റ്. 75. കോൾഡ് ചെയിൻ എന്നാൽ എന്ത്? പാൽ ഉൽപ്പാദിപ്പിക്കുന്നതു മുതൽ ഉപഭോക്താവിൽ എത്തുന്നതുവരെ തണുത്ത അവസ്ഥയിൽ തന്നെ സൂക്ഷിക്കുന്ന സംവിധാനം. പ്ലാന്റ് സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ. 76. തീപിടുത്തം ഉണ്ടായാൽ ഉപയോഗിക്കുന്ന ഉപകരണം ഫയർ എക്സ്റ്റിംഗ്വിഷർ. 77. അമോണിയ ചോർച്ച അമോണിയ ലീക്ക് ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് മുഖത്ത് വെള്ളം തളിക്കുക, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക. 78. പ്ലാന്റുകളിൽ ജോലി ചെയ്യുമ്പോൾ ധരിക്കേണ്ട സുരക്ഷാ ഉപകരണങ്ങൾ PPE ഹെൽമെറ്റ്സ്, ഗ്ലവ്സ്, ബൂട്ട്സ്, ഏപ്രൻസ്. 79. ഇലക്ട്രിക്കൽ തീപിടുത്തത്തിന് ഉപയോഗിക്കാവുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ CO2 കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിംഗ്വിഷർ. 80. മെഷീനുകൾക്കിടയിൽ സുരക്ഷയ്ക്കായി സ്ഥാപിക്കുന്ന കവറുകൾ ഗാർഡ്സ്. അഡ്വാൻസ്ഡ് ഡെയറി ടെക്നോളജി. 81. വേ എന്നാൽ എന്ത്? പനീർ അല്ലെങ്കിൽ ചീസ് നിർമ്മാണത്തിന് ശേഷം ബാക്കി വരുന്ന തെളിഞ്ഞ ദ്രാവകം. 82. പാലിന്റെ സാന്ദ്രത ഡെൻസിറ്റി അളക്കുന്ന താപനില 15.5
5 ക്യാരറ്റ് സെർച്ച് ടെക്സ്റ്റ് സി 60 ക്യാരറ്റ് സെർച്ച് ടെക്സ്റ്റ് ഓഫ് 83 പാലിലെ ഫാറ്റ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ജെർബർ സൾഫ്യൂറിക് ആസിഡിന്റെ വീര്യം എത്ര? 1.820 മുതൽ 1.825 വരെ. സ്പെസിഫിക് ഗ്രാവിറ്റി. 84 അഡൾട്ടറേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. മായം ചേർക്കൽ. 85 പാലിൽ യൂറിയ ചേർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? SNF കൃത്രിമമായി വർദ്ധിപ്പിക്കാൻ. ഇത് ഒരു മായം ചേർക്കലാണ്. 86 വാക്യൂം പാസ്ചറൈസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാലിലെ അനാവശ്യ ഗന്ധങ്ങൾ ഓഫ് ഫ്ലേവേഴ്സ് മാറ്റാൻ. 87 പാലിനെ ബാഷ്പീകരിച്ച് സാന്ദ്രത കൂട്ടുന്ന ഉപകരണം എവാപ്പറേറ്റർ. 88 പാൽപ്പൊടിയിലെ ഈർപ്പത്തിന്റെ മോയ്സ്ചർ അളവ് എത്രയായിരിക്കണം? 5%-ൽ താഴെ. 89 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് അല്ലെങ്കിൽ രാജസ്ഥാൻ. വർഷമനുസരിച്ച് മാറും. 90 NDDBയുടെ പൂർണ്ണരൂപം നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡ്. ആനന്ദ്, ഗുജറാത്ത്. ഫൈനൽ ജനറൽ നോളജ് ആൻഡ് ടെക്നിക്കൽ പോയിന്റ്സ്. 91 പാലിന്റെ സ്വാഭാവികമായ മധുരത്തിന് കാരണം ലാക്ടോസ്. 92 പാലിൽ അടങ്ങിയിട്ടില്ലാത്ത പ്രധാന വിറ്റാമിൻ വൈറ്റമിൻ സി. 93 മിൽമയുടെ സപ്ലൈ ശൃംഖലയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള യൂണിറ്റ് ഡെയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി DCS. 94 വെണ്ണ ഉരുക്കി നെയ്യാക്കുന്ന പ്രക്രിയ ക്ലാരിഫിക്കേഷൻ. 95 പാലിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്ര? -0.525 ടു -0.565. ക്യാരറ്റ് സെർച്ച് ടെക്സ്റ്റാസി. 96 മിൽക്ക് പമ്പുകളിൽ ഉപയോഗിക്കുന്ന വാൽവ് ഏതാണ്? ചെക്ക് വാൽവ്, നോൺ റിട്ടേൺ വാൽവ്. 97 പാൽ സംഭരിക്കുന്ന വലിയ ഇൻസുലേറ്റഡ് ടാങ്കുകൾ സൈലോസ്. 98 ബാക്ടോഫിഗേഷൻ എന്തിനാണ് ചെയ്യുന്നത്? പാലിലെ ബാക്ടീരിയകളെ നീക്കം ചെയ്യാൻ. 99 സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിൽ ഫാറ്റ് ശതമാനം എത്ര? 4.5%. 100 നാളത്തെ പരീക്ഷയുടെ പേര്